പ്രൈസ് ഗോഡ്. മോശയുടെ പ്രാർത്ഥന വാചകങ്ങൾ നാം ധ്യാനിച്ചു തുടങ്ങുകയായിരുന്നു. ദൈവമേ, അങ്ങേക്ക് ഞങ്ങളോട് കൃപയുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തെന്ന് ധ്യാനിച്ചു വരുന്ന ഈ സമയം, മധ്യസ്ഥ പ്രാർത്ഥന വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. മോശ ഇവിടെ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ്. ആ സമൂഹത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ താൻ വിശദീകരിക്കുന്നുണ്ട്. ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്. ഈ ജനത്തിൻ്റെ നടുക്ക് അകൃത്യങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് ആ ജനത്തെ കുറ്റപ്പെടുത്താനും എന്തെങ്കിലും ഒരു പരാജയം ആ യാത്രയിൽ സംഭവിച്ചാൽ അതിന് കാരണക്കാരെ കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമാണ്. ഈ ജനത്തിൻ്റെ അകൃത്യം കൊണ്ടാണ്, ജനത്തിൻ്റെ പാപം കൊണ്ടാണ്, തൻ്റെ തെറ്റുകൊണ്ടല്ലെന്ന് പറഞ്ഞ് തനിക്ക് വേണമെങ്കിൽ ആ നിയോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. എവിടെയൊക്കെയോ വീഴ്ചകൾ കാണുമ്പോൾ, പരാജയങ്ങളെ കാണുമ്പോൾ, ചില കണ്ണികൾ അകന്നിരിക്കുന്നത് കാണുമ്പോൾ വീണ്ടും ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമുടുക്കിയിട്ട്, കർത്താവ്, ഇതൊക്കെ ഞങ്ങളുടെ നടുവിൽ ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പാപമുണ്ട്, അകൃത്യമുണ്ട്, ദുശാഠ്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ നടുവിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങ് ഞങ്ങളുടെ നടുവിൽ നടക്കണമേ. പരസ്പരം കുറ്റം പറഞ്ഞ് ബന്ധങ്ങൾ തമ്മിൽ അകന്നു പോകുമ്പോൾ പൂർത്തീകരിക്കപ്പെടാത്ത വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ആ ജനത്തിൻ്റെ കുറ്റം ഏറ്റെടുക്കാൻ, ജനത്തിൻ്റെ അകൃത്യം വഹിച്ച് ദൈവസന്നിധിയിൽ ആ ജനത്തിന് വേണ്ടി ഇടുവിൽ നിൽക്കാൻ ഒരാളുണ്ടെങ്കിലേ അവരുടെ നടുവിൽ ദൈവം നടക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ വീഴ്ചകൾ പറ്റുമ്പോൾ പരസ്പരം തള്ളിക്കളയാൻ എളുപ്പമാണ് കേട്ടോ, പരസ്പരം മാറ്റി നിർത്താൻ എളുപ്പമാണ്. പക്ഷേ ആ പാപങ്ങളിലേക്കും ദൈവസന്നിധിയിൽ മധ്യസ്ഥത നിന്നുകൊണ്ട്, കർത്താവെ, ഈ ജനത്തോട്, ഈ വ്യക്തിയോട് ക്ഷമിച്ച് അങ്ങ് ഞങ്ങളുടെ നടുവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ വീണ്ടും നടക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങ് ഞങ്ങളിൽ മുമ്പിൽ വെച്ചിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട്, അകൃത്യങ്ങൾ കൊണ്ട്, ഈ ദുശാഠ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കാം. ചില ദുശാഠ്യങ്ങൾ നമ്മുടെ വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നതാണ്. നമ്മുടെ ചില രഹസ്യ പാപങ്ങൾ നമ്മുടെ ചില വാഗ്ദത്തങ്ങളിൽ നമ്മളെ തടയുന്നതാണ്. ദൈവം നമ്മുടെ നടുവിൽ നിന്ന് നീക്കി നിർത്തുമാറാക്കുന്നതാണ്. ഈ ദൈവവചനത്തിങ്കിൽ ഒന്നുകൂടി സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ, ദുശാഠ്യങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾ ആ അവകാശത്തിലേക്ക് എത്തുകയല്ല, ഞങ്ങളെ അങ്ങയുടെ അവകാശമാക്കി മാറ്റണമേ. ഞങ്ങൾ അങ്ങയുടെ അവകാശമായി മാറട്ടെ. എത്ര മനോഹരമായ പ്രാർത്ഥനാ വാചകങ്ങൾ. ദൈവമേ, ഭൗതികമായൊരു നേട്ടങ്ങൾ ഞങ്ങൾ അവകാശമാകുന്നതിനേക്കാൾ ഞങ്ങൾ അങ്ങേക്ക് കൈവശമാകണം. ഞങ്ങൾ മുഴുവനായി അങ്ങയുടെ നിയന്ത്രണത്തിലാവണം. അങ്ങയുടെ കർത്തൃത്വം ഞങ്ങളിൽ പൂർണ്ണമായി നിറവേറണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ കർത്താവായി അങ്ങ് ഞങ്ങളുടെ നടുവിൽ എപ്പോഴും നടക്കാൻ സമർപ്പിക്കാൻ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.